നമസ്കാരം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. സമാധാനപരമായിട്ടാണ് ഇതുവരെ വോട്ടെടുപ്പ് പോയിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ് ഇതിന്റെ വിധി. ഭരണ പാർട്ടിയായ ആം ആദ്മിയും BJPയും തമ്മിലാണ് പ്രധാന കിടമത്സരം. കോൺഗ്രസും എല്ലാ മണ്ഡലങ്ങളിലും സജീവമാണ്. ത്രികോണ പോരിനെ അതിജീവിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ എന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. BJPയും ഇക്കുറി പ്രതീക്ഷയിലാണ്. BJP വിരുദ്ധ വോട്ടുകൾ ചിന്നിച്ചിതറുന്നതിലാണ് അവരുടെ പ്രതീക്ഷ. BJPക്ക് ഡൽഹി പിടിക്കാനായാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ആം ആദ്മി ഇഫക്റ്റ് ചർച്ചയാകും. അരവിന്ദ് കെജ്രിവാൾ ദേശീയ നേതാവായി ഉയരുകയും ചെയ്യും. 70 മണ്ഡലങ്ങളിലായ 699 സ്ഥാനാർത്ഥികളാണുള്ളത്. 1.5 കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് വർദ്ധിക്കുമെന്നാണ് പാർട്ടികളുടെ കണക്കുകൂട്ടലും. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ തന്നെയാണ് ശ്രമം. ക്രമസമാധാനം ഉറപ്പിക്കാൻ പോലീസിന് പുറമെ കേന്ദ്ര സേനകളും രംഗത്തുണ്ട്. വോട്ട് ചെയ്തവർക്ക് ബുധനാഴ്ച പ്രത്യേക ഓഫറുകൾ നൽകാൻ ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി തുടർഭരണത്തിനും പ്രതിപക്ഷത്തെ BJPയും കോൺഗ്രസും സർക്കാരുണ്ടാക്കാനും സർവ്വ ആയുധങ്ങളും എടുത്താണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. നേരത്തെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് മുഖ്യമന്ത്രി അതിഷിയുടെ പേരിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് കേസ്. അതിനിടെ അതിഷിയുടെ ജീവനക്കാരെ 5 ലക്ഷം രൂപയുമായി പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ത്രീകൾ വോട്ട് ചെയ്യുകയും വീട്ടിലെ പുരുഷന്മാരോട് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്താൽ പാർട്ടി 60 സീറ്റ് കടക്കുമെന്ന് നേരത്തെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു. വോട്ടർമാരെ BJP ഭീഷണിപ്പെടുത്തുന്നത് തടയാൻ AAP രഹസ്യ ക്യാമറകൾ ഇറക്കിയിട്ടുണ്ടെന്ന് കെജ്രിവാൾ പറഞ്ഞു. BJPയുടെ ഗുണ്ടായിസത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. ഇതെല്ലാം വലിയ വിവാദമായി മാറുകയും ചെയ്തു. അതേസമയം കേന്ദ്രവുമായി പോരടിച്ച് AAP സർക്കാർ വികസനം മുടക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിലും BJP അധികാരത്തിലെത്തിയാൽ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന് അദ്ദേഹം തിങ്കളാഴ്ച BJP പ്രചാരണത്തിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു. ഡൽഹിയിലെ തലവിധി മാറ്റുന്ന തിരഞ്ഞെടുപ്പാണിതെന്നും കേജ്രിവാളും പാർട്ടിയും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അപ്രസക്തരാകുമെന്നും BJP അധ്യക്ഷൻ JP നദ്ദയും പറഞ്ഞു. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷമായ BJPയും തമ്മിലാണ് പ്രധാന മത്സരം. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലും ജയിക്കാത്ത കോൺഗ്രസ് ഇക്കുറി എല്ലാ സീറ്റിലും സജീവമായി മത്സരിക്കുന്നത് BJPക്ക് ഗുണമാകുമെന്ന വിലയിരുത്തലാണുള്ളത്. AAPയെയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം നടത്തിയത്. ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇത് കാരണമാകുമെന്ന വിലയിരുത്തൽ സജീവവുമാണ്. നന്ദി.